ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് നബിയിൽ നിന്ന് ഈ ഹദീസ് നമുക്ക് ഉദ്ധരിച്ച് തരുന്നത്. അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല. ഹുദൈഫ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നു, അനിൻ നബിയ്യി നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്തു പറഞ്ഞു? വല്ലദീ നഫ്സി ബിയദിഹി ലതഅ്മുറുന്ന ബിൽ മഅറൂഫ് വതൻഹൗന്ന അനിൽ മുൻകർ. വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ശരീരം ആരുടെ കയ്യിലാണോ അവൻ തന്നെയാകുന്നു സത്യം. ഇതൊരു പ്രയോഗമാണ്, അഥവാ അള്ളാഹുവാണ് സത്യം എന്നർത്ഥം. വല്ലദീ നഫ്സി ബിയദിഹി, വല്ലദീ യാതൊരുവൻ തന്നെയാണ് സത്യം. വല്ലാഹി എന്ന് പറയുന്ന വാവാണിത്. ഈ വാവിൻ്റെ പേര് വാവുൽ ഖസം, ഖസമിൻ്റെ വാവ്, സത്യത്തിൻ്റെ വാവ്. വല്ലാഹി വൽ അസ്രി വത്തീനി വല്ലുഹ വശംസി വലുഹഹ എന്നൊക്കെ പറയുന്ന ആ വാവ്, അതാണ് വാവുൽ ഖസം, ഖസമിൻ്റെ വാവ്. അതാണ് ഇവിടെ വല്ലദീ, ഒരുത്തൻ തന്നെയാകുന്നു സത്യം, യാതൊരുവൻ തന്നെയാകുന്നു സത്യം. ആരാണവൻ? നഫ്സി, എൻ്റെ ശരീരം, ബിയദിഹി, അവൻ്റെ കയ്യിലാകുന്നു, അഥവാ അവൻ്റെ അധികാരത്തിലാകുന്നു. ആരുടെ കയ്യിലാണോ എൻ്റെ ശരീരത്തിൻ്റെ മൊത്തം അധികാരമുള്ളത് അവൻ തന്നെയാകുന്നു സത്യം, അഥവാ അള്ളാഹുവാണ് സത്യം. പറയാം, നഫ്സിന് ആത്മാവർത്ഥമുണ്ട്, ശരീരമർത്ഥമുണ്ട്, രണ്ടും കൂടിയും നഫ്സ് എന്ന് ഉപയോഗിക്കാം. അതെ, ഒന്നിച്ച് ഉപയോഗിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുണ്ട്, പക്ഷേ ആ അർത്ഥത്തിൽ നഫ്സ് എന്ന് ഉപയോഗിക്കാം. അപ്പൊ എൻ്റെ ആത്മാവ് അല്ലെങ്കിൽ എൻ്റെ ശരീരം ആരുടെ കയ്യിലാണോ അവൻ തന്നെയാകുന്നു സത്യം. നമ്മൾ പരിഭാഷ കൊടുത്തത് എൻ്റെ ആത്മാവ് എന്നാണ്. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ എന്നാണ് നമ്മൾ പുസ്തകത്തിൽ പരിഭാഷ കൊടുത്തത്. അപ്പൊ എൻ്റെ മൊത്തം നിയന്ത്രണം, എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ ആത്മാവിൻ്റെ മൊത്തം നിയന്ത്രണം, അധികാരം ആരുടെ കയ്യിലാണോ അവൻ തന്നെയാകുന്നു സത്യം, അഥവാ വല്ലാഹി എന്നർത്ഥം, അള്ളാഹുവാകുന്നു സത്യം. അപ്പോൾ അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്തിട്ടാണ് നബി തങ്ങൾ ഒരു കാര്യം പറയുന്നത്. സത്യം വെറുതെ പറയില്ല. സത്യം ചെയ്യൽ അത്രയും പ്രധാനപ്പെട്ടൊരു കാര്യം ശേഷം പറയാണ്ടാകുമ്പോഴാണ് സത്യം ചെയ്ത് പറയുക. ഇപ്പോൾ ഖുർആൻ സത്യം ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ശേഷം നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും പറയുക. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. എന്താണ് പറയുക? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യ നഷ്ടത്തിൽ തന്നെയാകുന്നു. അപ്പോൾ സത്യം പറയാറുള്ളത് അത്രയും ഗൗരവമുള്ള, ഒരിക്കലും അത് അവഗണിക്കാൻ പറ്റാത്തത്ര വലിയ വിഷയം പറയുമ്പോഴാണ് സത്യം ചെയ്ത് പറയുക. അതേപോലെ ഇന്ന, അന്ന എന്നൊക്കെ പറയുക. ല, തീർച്ചയായും എന്ന അർത്ഥത്തിൽ ല എന്ന് ഉപയോഗിക്കുക. അതൊക്കെ അത്തരം ഘട്ടത്തിൽ മാത്രമാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നുള്ളത്, അല്ലാതെ ഉപയോഗിക്കില്ല. സാധാരണ വർത്തമാനം പറയുമ്പോൾ സത്യം ചെയ്ത് പറയാന്നുള്ളത് ആവശ്യമില്ല. നിഷേധമോ സംശയമോ അല്ലെങ്കിൽ നിഷേധത്തിൻ്റെ അടയാളങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് സത്യം ചെയ്തും ഉറപ്പിച്ചും തറപ്പിച്ചും ഒക്കെ ഒരു കാര്യം അറബി ഭാഷയിൽ പ്രയോഗിക്കാറുള്ളത്. എന്നാൽ ചിലപ്പോൾ നിഷേധത്തിന് വില കൽപ്പിക്കാതെ പറയും. നിഷേധമുണ്ട്, പക്ഷെ ആ നിഷേധത്തിന് വില കൽപ്പിക്കില്ല, പരിഗണിക്കില്ല. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ സത്യമൊന്നുമില്ലാതെയും പ്രയോഗിക്കും. കാരണം ഓരോ മുമ്പ് വ്യക്തമായ തെളിവുണ്ട്, ഓമ്പടുത്ത ഒരു വാശിക്ക് വേണ്ടി വാദിക്കുകയാണ്, അല്ലെങ്കിൽ ഓനത് അതൊന്നും മൈൻഡ് ചെയ്യാതെ വെറുതെ പറയാണ്. അപ്പോൾ ആ പഠിച്ച് നമ്മളാരും വകവെക്കൂല. ഇപ്പോൾ ഇപ്പോൾ വന്നിട്ടാണ് വാദിക്കുകയാണ്, ഇപ്പോൾ നട്ടുച്ചയാണ്, 100 തെളിവിൻ്റെ അടുത്തുണ്ട്, ആരാ എന്നിട്ട് തർക്കിച്ച് ജയിക്കാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ, നട്ടുച്ച ആയിക്കോട്ടെ പോയിക്കോ അറിയും. അല്ല, അവിടെ പോലും നമ്മൾ വേറെ തർക്കിക്കാൻ പോകില്ല. കാരണം എന്താണ്, ഇതിപ്പോൾ നട്ടുച്ചല്ല എന്നത് ഏത് മനുഷ്യന്മാർക്കും അറിയാം. പിന്നെ ഈ പോലെയിട്ട് തർക്കിച്ചാണ്ട് അങ്ങനെ അല്ല അങ്ങനെയാണ് എന്ന് പോലെ കൂട്ടിക്കൊണ്ടുപോയി ആകാശത്ത് നോക്കി ചന്ദ്രനെ കാണിച്ചു കൊടുത്ത് പോലെ തെളിയിക്കേണ്ട കാര്യമില്ല. ആയിക്കോട്ടെ, ഉച്ചയാണെങ്കിൽ ഉച്ച ആയിക്കോട്ടെ, ജോഡിക്കച്ചയ്ക്ക് പോയിക്കോന്നറിയും, അത്രേ പറയുള്ളൂ. അപ്പോൾ അവന് നിഷേധത്തിന് ഒരു വിലയും അപ്പോൾ കൽപ്പിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാവാം. ഖുർആനിൽ കാണാം, വൈലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങൾ ഇലാഹ് ഏകനായ ഇലാഹാകുന്നു. അവിടെ ഇന്നാന്നോ അന്നാന്നോ ഒന്നുമില്ല, നിഷേധിക്കുന്ന ജനതയാണുള്ളത്. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ അല്ല ഏകനാണെന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ ഏതൊരാൾക്കും ബോധ്യപ്പെടും. അപ്പം അവന് നിഷേധത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ല. തിരിച്ചുണ്ടാകാം, ശക്തമായി നിഷേധിക്കുന്ന ആളോട് പറയും പോലെ ഒരു നിഷേധമില്ലാത്ത ആളോട് പറയും. സുമ്മ ഇന്നക്കും ബഅദ ലമയ്യിത്തൂൻ, ഖുർആൻ ഉപയോഗിച്ച പ്രയോഗമാണ്. സുമ്മ പിന്നെ ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ലമയ്യിത്തൂൻ, മരിക്കുന്നവർ തന്നെയാകുന്നു. ഇന്നെന്നും പറഞ്ഞു, ഇല്ലാന്നും പറഞ്ഞു. തീർച്ചയായും നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. ലോകത്ത് ആർക്കും തർക്കമുണ്ടോ മരിക്കുന്നുള്ളത്? ഇല്ലല്ലോ. മരിക്കുമെന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. പിന്നെ എന്തിനങ്ങനെ പറഞ്ഞു?
തർക്കമില്ലെങ്കിലും വളരെ ജീവിത രീതി കണ്ടാൽ മരണമൊന്നും ഇല്ലാത്ത പോലെ കാലാകാലം പെടുങ്ങളെ ജീവിക്കണ പോലെയാണ് ഓനെ കാട്ടിക്കൂട്ടല്. അപ്പോൾ ഓനെ ഓർമ്മിപ്പിക്കാൻ നിഷേധമില്ല, പക്ഷെ നിഷേധിയുടെ ഒരു തരത്തിലാണ് അവൻ ജീവിക്കുന്നത്. അവൻ നിഷേധിയെപ്പോലെ കണ്ടുകൊണ്ട് പറയുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം ചെയ്ത് ഉറപ്പിച്ച് ഇന്നയും ലാമും വെച്ചുകൊണ്ടാണ് പറയുന്നത്. വല്ലദീ നഫ്സി ബിയദിഹി, അള്ളാഹു തആല തന്നെയാകുന്നു സത്യം. ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, ലതഅ്മുറുന്ന, കണ്ടോ, ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും, തഅ്മുറുന്ന ഇന്ന പറഞ്ഞാലും തീർച്ചയായും, ലതഅ്മുറുന്ന നിങ്ങൾ കൽപ്പിക്കുക തന്നെ വേണം, തീർച്ചയായും നിങ്ങൾ കൽപ്പിക്കുക തന്നെ വേണം, ബിൽ മഅറൂഫ് സദാചാരങ്ങൾ നന്മകൾ നിങ്ങൾ കൽപ്പിക്കുക തന്നെ ചെയ്യണം. വലതൻഹവുന്ന, അവിടെ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു, ഇന്ന എന്ന് പറഞ്ഞു. വലതൻഹവുന്ന നിങ്ങൾ വിരോധിക്കുക തന്നെ ചെയ്യണം. അനിൽ മുൻകരി തിന്മയെ കുറിച്ച് നിങ്ങൾ വിരോധിക്കുക തന്നെ ചെയ്യണം. നന്മ നിങ്ങൾ കൽപ്പിച്ചേ പറ്റൂ, തിന്മ നിങ്ങൾ വിലക്കിയേ പറ്റൂ.